ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രോഹിത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം തെരഞ്ഞു വന്നിരിക്കുകയാണേ. വിഷ്ണുവും ശാലിനിയും ശ്യാമയും കൂടെ അങ്ങനെ അത് തെരയുന്നതിനിടയില് അലമാരക്കടിയിൽ നിന്ന് കിട്ടണേ. ഇത് തന്നെയാ കുഞ്ഞിച്ചി ആ പേപ്പേഴ്സ്. ശാലിനി അത് വായിച്ചു നോക്കണേ. ഇതെന്തൊക്കെയോ മുദ്ര പേപ്പേഴ്സ് ആണല്ലോ, മുൻകൂട്ടി എഴുതി തയ്യാറാക്കി വെച്ച ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ് ശാലിനി അത് വായിക്കുക. ഇതില് ശ്യാമയുടെ പേർക്ക് വീടും സ്വത്തും എല്ലാം എഴുതി വെച്ചിരിക്കണേ. ഇത് കേൾക്കുന്ന ശ്യാമയും വിഷ്ണുവും ഞെട്ടിപ്പോവാ. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതിപ്പോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുക എന്ന് പറയുമ്പോഴായിരിക്കും വിഷ്ണുവിന് മറ്റൊരു പേപ്പർ കിട്ടുന്നത്. ശാലിനിയുടെ കയ്യിൽ നിന്ന് ഈ ഡോക്യുമെന്റ്സിന്റെ ഉള്ളിൽ നിന്ന് വീഴുന്നതാ. വിഷ്ണു അത് എടുത്തു നോക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നീ ഇത് സൂക്ഷിച്ചു വെക്കണം. ഒരു കാരണവശാലും ഇത് അവർക്ക് എഴുതി കൊടുക്കരുത്, കാരണം ഇതിനെന്റെ ജീവന്റെ വിലയുണ്ട്. വിഷ്ണു വായിക്കിട്ട് അവരെല്ലാവരും ഞെട്ടിപ്പോവാണ്. ശ്യാമ അതൊന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കും. ശാലിനി പറയും, അപ്പോ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെ അവർ തട്ടിക്കൊണ്ടുപോയത്. ശ്യാമ പറയും, അപ്പൊ എന്റെ സംശയം ശരിയാണ്, വിളിച്ചിരിക്കുന്നത് സുസ്മിത തന്നെയാണ്. കുട്ടികളെ രക്ഷിക്കാനായിരിക്കും അപ്പൊ രോഹിത് പോയിരിക്കുന്നത്. വിഷ്ണു പറയും, അങ്ങനെയാണ് കാര്യമെങ്കിൽ രോഹിത് കരുതുന്ന പോലെ ഇത് എളുപ്പത്തില് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. അവരൊരുക്കി വെച്ചിരിക്കുന്ന കെണിയിലേക്ക് രോഹിത് ഇപ്പൊ പോയി ചാടി കൊടുക്കുക ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനിക്ക് ഒരു കോള് വരണേ. അനുവ വിളിച്ചിരിക്കുന്നത്. മാഡം, രോഹിത്തിന്റെ ഫോണിലേക്ക് അവസാനമായി വിളിച്ചിരിക്കുന്നത് സുസ്മിതയാണ്. ഓക്കെ, താങ്ക് യു അനു എന്ന് പറഞ്ഞ ശാലിനി കോള് കട്ട് ചെയ്യും. എന്നിട്ട് ഇവരോട് പറയും, സുസ്മിത തന്നെയാ രോഹിത്തിന്റെ ഫോണിലേക്ക് അവസാനമായി വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, സുസ്മിത ഒരുക്കിയ കെണിയിലേക്കാ രോഹിത് ചെന്ന് പോയിരിക്കുന്നത്. വിഷ്ണു പറയും, സുസ്മിതയുടെ കൈ തന്നെയായിരിക്കും അപ്പൊ നമ്മുടെ മക്കളും ഉള്ളത്. ശ്യാമ പേടിച്ച് കുഞ്ഞേച്ചി എന്ന് ദയനീയായിട്ട് വിളിക്കുമ്പോ വിഷ്ണു പറയും, നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്യണം, ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും. ശാലിനി പറയും, വിഷ്ണുവേട്ടാ, ബുദ്ധി കൊണ്ട് കളിക്കുന്നവളാ സുസ്മിത. മക്കളെ വെച്ച് വിലപേശി രോഹിത്തിനെ കൊണ്ട് ഡോക്യുമെന്റ്സ് എഴുതി വാങ്ങിക്കുക, അത് മാത്രം അവളുടെ ലക്ഷ്യം. എന്തായാലും രജിസ്ട്രേഷൻ എന്ന വലിയ കടമ്പ കടക്കുന്നത് വരെ ജീവൻ അപായത്തില്ല. പക്ഷേ അതുവരെയുള്ള സമയം അത് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന വളരെ കുറച്ച് സമയം. വിഷ്ണു പറയും, ഇത് മതി സുസ്മിതയുടെ തലവര മാറ്റി എഴുതാൻ. ഈ ഒരു ദിവസം തന്നെ ധാരാളാ. ഇനി അവൾ ഇതുപോലുള്ള കളികൾ കളിക്കരുത്, അതിനുള്ള പണി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു നിൽക്കാണ് ഇവര്. ഇതേസമയം ഗുണ്ടകളെ പപ്പിയെ സത്യേനെയും ആ മണിമല ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാറിനിറങ്ങി കൊണ്ടുപോകുന്ന സമയത്ത് ഇകളെ എഴുന്നേൽക്കും. എന്നെ വിട് എന്ന് പറഞ്ഞ് രണ്ടുപേരും ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പപ്പി ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടണേ. നിക്കടി എന്ന് പറഞ്ഞ് പിള്ളേരുടെ പിന്നാലെ ഈ ഗുണ്ടകൾ ഓടും. സത്യ ഇങ്ങനെ ഓടിച്ച് അയാള് ഒരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്യുമ്പോ സത്യ കുറച്ച് മണലെടുത്ത് കയ്യിൽ പിടിക്കും. ഞാൻ എറിയും, എറിയരുത് എന്ന് അയാൾ പറയുമ്പോ എറിയും എന്ന് പറഞ്ഞ് സത്യ അയാളുടെ കണ്ണിലേക്ക് മണല് വാരി എറിയണേ. ഇതേ സമയം പപ്പിയുടെ പിന്നാലെ വേറൊരാൾ ഓടിയിട്ടുണ്ടല്ലോ. പപ്പിയും മറ്റൊരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് മണ്ണ് വാരി എടുക്കണേ. എറിയരുതെന്നാ പറഞ്ഞത്. അപ്പോഴേക്കും വേറൊരാളും കൂടെ അങ്ങോട്ട് ഓടി വരണേ. എന്താ പ്രശ്നം? ഈ സമയം ഇയാള് വേഗം ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കും. അവള് മണ്ണുകൊണ്ട് എറിയുന്നു. അങ്ങനെ ഇയാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചത് കൊണ്ട് പപ്പി എറിയുമ്പോ അത് അയാളുടെ കണ്ണിൽ പറ്റുന്നില്ല. നീ അത്രയ്ക്കായോടി എന്ന് പറഞ്ഞിട്ട് പപ്പീനെ അവരെ രണ്ടുപേരും കൂടെ എടുത്തു കൊണ്ടുപോവാണേ. ഇതേ സമയം സത്യ ഒരാളെ കണ്ണിൽ എറിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും വേറൊരുത്തൻ അങ്ങോട്ട് വരും. എന്തു പറ്റി? ഇവൾ കണ്ണിൽ മണ്ണ് വാരി എറിഞ്ഞു. അത് കേൾക്കുമ്പോ അയാളുടെ നേർക്കും സത്യ മണ്ണ് എറിയാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ വേഗം ഒരു ഗ്ലാസ് എടുത്ത് വെക്കും. അപ്പൊ അയാളുടെ മേലും കണ്ണിലാവുന്നില്ല. അങ്ങനെ ഇയാള് സത്യയെ പിടിച്ചു കൊണ്ടുപോവാണ് അവിടുന്ന്. അങ്ങനെ എല്ലാവരും കൂടെ വീണ്ടും ഒരു സ്ഥലത്ത് കൂടിയിരിക്കണേ. ഇവളും മണ്ണ് വാരി എറിഞ്ഞു. രണ്ടും വിളഞ്ഞ വിത്തുകളാണ്. അപ്പൊ മറ്റേ ആള് പറയും, കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ട് എനിക്ക് പ്രശ്നമായില്ല, എന്നാ എനിക്ക് സീനായി, കൊണ്ടുവാടാ എന്നിങ്ങനെ സത്യയെ എറിഞ്ഞ ആള് പറഞ്ഞിട്ട് കുട്ടികളെ അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ആ റൂമിലെത്തുമ്പോ പപ്പിയും സത്യയും പേടിച്ച് നിൽക്കണേ. ആ കുട്ടികൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. സത്യ പറയും, പപ്പി ഓടിക്കോ എന്ന് പറഞ്ഞ് ഓടിപ്പോവാൻ തുടങ്ങുമ്പോഴേക്കും ആ ഗുണ്ടകള് വീണ്ടും പിടിച്ചു വെക്കണേ. ഓടിപ്പോവാൻ ശ്രമിച്ചാലേ കമ്പി പഴുപ്പിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിക്കും ഞാൻ. എനിക്ക് നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കാണുന്നത് ഇഷ്ടമല്ല. നിന്നെയൊക്കെ രക്ഷിക്കാൻ ആരാ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കൊന്നും കാണണല്ലോ. കാടാണ് ഇത്, കാട്. അപ്പൊ സത്യയും പപ്പിയും പരസ്പരം നോക്കും. സത്യ പറയും, ഞങ്ങക്ക് വീട്ടിൽ പോണം, പപ്പി വാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴും അവര് പിടിച്ചു വെക്കും. പപ്പിക്കും, ഞങ്ങൾ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നത്? കൊന്നു കൊക്കയിലെറിയാൻ. അത് കേൾക്കുന്ന കുട്ടികൾ പേടിച്ചു പോവും. അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ചു നിൽക്കുമ്പോ സത്യ പറയും, പപ്പി ധൈര്യമായിട്ടിരുന്നോ, നമ്മളെ ആരും ഒന്നും ചെയ്യില്ല എന്ന് ചെവിയില് പറയും. അങ്ങനെ ധൈര്യത്തിൽ നിൽക്കുന്നതാണുമ്പോ ആ ഗുണ്ടയിൽ ഒരാൾ പറയും, കൊല്ലുന്നു പറഞ്ഞിട്ടും ഈ കുട്ടികൾക്ക് പേടിയില്ലല്ലോ. സത്യ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോകണം, വാ പപ്പി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ അവര് പിടിച്ചു വെക്കും. ഇവിടെ കിടന്ന് വെള്ളച്ചിലെടുക്കുകയോ ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഗുണ്ടകളാണ് ഞാൻ. അപ്പോ പപ്പി പറയും, നിങ്ങളെക്കാൾ വലിയ ഗുണ്ടയാ ഞങ്ങളുടെ വിഷ്ണു വെച്ച്. ഇടിയെന്ന് പറഞ്ഞാലേ ഒരു ഒന്നൊന്നര ഇടിയാ.
വിഷ്ണുവിനെ കുറിച്ച് അങ്ങ് വിശദീകരിച്ചു പറയും. ആ ഗുണ്ടകൾ പറയും, ആ മരുന്നെടുത്ത് വെച്ചോ, ഇവരെ ചില്ലറക്കാരികളല്ല. അപ്പോഴേക്കും പപ്പി ഓടിക്കോ എന്ന് പറഞ്ഞേ സത്യയും പപ്പിയും പുറത്തേക്ക് ഇറങ്ങി ഓടുക. എന്നാ ഗുണ്ടകളും പിന്നാലെ ഓടി പുറത്തിട്ട് വീണ്ടും കുട്ടികളെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണേ. അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ശാലിനിയോട് പറയും, ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയിച്ചു തരേണ്ടത് മറ്റാരുമല്ല, സുസ്മിത തന്നെയാ. ഞാനിപ്പോ അവളെ കാണാൻ പോവാ. ശാലിനി പറയും, വിഷ്ണുവേട്ടാ പക്കം മനസ്സിൽ നിറച്ച് ജീവിതം നശിപ്പിക്കുന്നവൾക്ക് ബന്ധങ്ങളുടെ വിലയറിയില്ല. വിഷ്ണുവേട്ടൻ സൂക്ഷിക്കണം. തിരിച്ചടിക്കാൻ അവൾ പല വഴികളും നോക്കും. വിഷ്ണു പറയും, ആ വഴികളെല്ലാം പാഴാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. ഇന്നവള് മനസ്സിലാക്കണം അവൾ വെറും വട്ടപ്പൂച്ചാണെന്ന്. പോകാൻ തുടങ്ങുമ്പോ ശ്യാമ വിളിക്കും, വിഷ്ണുട്ടാ രോഹിത്തും കുട്ടികൾ. അവൾ അവരെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും അവരെ കൂട്ടിയേ ഞാൻ വരൂ. നിങ്ങൾ രണ്ടുപേരും ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലേ. ബാക്കി വിവരങ്ങൾ ഞാൻ ഫോൺ വിളിച്ചു പറയാം. ശാലിനി നല്ല ധൈര്യത്തിലെ നല്ല ബോൾട്ടായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വിഷ്ണു ഓട്ടോയിൽ കയറി അവിടുന്ന് പോവാണ്. പോയി കഴിഞ്ഞാലും ശ്യാമയ്ക്ക് നല്ല പേടിയുണ്ട്. കുഞ്ഞേച്ചി കുട്ടികളെ അവർ ഉപദ്രവിക്കോ? എനിക്ക് തോർത്തിട്ട് തന്നെ സഹിക്കുന്നില്ല. ശാലിനി പറയും, രോഹിത്തിനെ കൊണ്ട് ഡോക്യുമെന്റ്സ് എഴുതി വാങ്ങിക്കാനുള്ള സുസ്മിതയുടെ തന്ത്രം, അതിനാണ് അവള് മക്കളെ ബലിയേടാക്കിയിരിക്കുന്നത്. അല്ലാതെ അവള് മക്കളെ ഉപദ്രവിക്കൊന്നുമില്ല. നീ സമാധാനമായിട്ടിരിക്കും. എന്തായാലും വിഷ്ണുട്ടൻ അങ്ങോട്ട് പോയിട്ടില്ലേ എന്ന് പറഞ്ഞതിന് ശേഷം ഫോണെടുത്ത് അനുവിനെ വിളിക്കുകയാണ്. മാഡം എന്തെങ്കിലും ഇൻഫർമേഷൻ? ശാലിനി പറയും, സുസ്മിത തന്നെയാണ് എല്ലാത്തിനും പിന്നിലെന്ന് മനസ്സിലാക്കിയിട്ട് വിഷ്ണുവേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്ക് അനു ചെയ്തു തരേണ്ടത് നേരത്തെ തന്ന ആ നമ്പറിലെ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്ത് തരണം. അത് ചെയ്യാം മാഡം. പിന്നെ അനു ഒന്ന് വീട്ടിലേക്ക് വരണം, കഴിയുമെങ്കിൽ ഇപ്പൊ തന്നെ. ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് ആ കോൾ അനു കട്ട് ചെയ്യാം. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ ഭഗവാന്റെ മുന്നില് കുട്ടികളെ ഒരു ആപത്തും കൂടാതെ രക്ഷിക്കണേന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കണേ. ശേഷം വരാന്തയിൽ വന്നിങ്ങനെ നിൽക്കണ ടെൻഷനോട് കൂടെ. അപ്പൊ അങ്ങോട്ട് അനുവാണ് ആദ്യം സ്കൂട്ടിയിൽ വരുന്നത്. ശാലിനി ഇതുവരെ വന്നില്ലല്ലോ. അനു പറയും, ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും. എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ശാരദാമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും മറ്റൊരു ഓട്ടോയില് ശാലിനിയും ശ്യാമയും വരികയാണ്. എന്തായി മോളെ, കുഞ്ഞുങ്ങളെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ശാലിനിയുടെ കയ്യില് ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടമ്മ. അതിന്റെ പിന്നാലെ തന്നെയാ ഞങ്ങൾ എല്ലാവരും. ശാരദ പറയും, എനിക്കതൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് എന്റെ കുട്ടികൾ എന്റെ അടുത്ത് ഉണ്ടാവണം. അത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ശ്യാമ പറയും, അമ്മേ എല്ലാ വഴിയും നോക്കുന്നുണ്ട്. ഇപ്പൊ രോഹിത്തും പോയിരിക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ. ശാരദ പറയും, എന്റെ കുട്ടികളെ ഉപദ്രവിക്കാൻ നോക്കുന്നത് ആരാണെങ്കിലും ഏത് കൊമ്പത്താളാണെങ്കിലും വെറുതെ വിടരുത്. ഇനി ഒരാളോടും ഒരു കുട്ടികളോടും അവർ ഈ ക്രൂരത കാണിക്കരുത്. ഇടനെഞ്ച് വിതുമ്പിക്കൊണ്ടാ ഞാൻ ഈ പറയുന്നത്. അപ്പോ അനു പറയും, സുസ്മിത അവളാണ് എല്ലാത്തിനും പിന്നിലെ. പോലീസിനെ വിവരം അറിയിക്കണം. ശാലിനി പറയും, സുസ്മിതയെ സംരക്ഷിക്കാൻ കേരള പോലീസ് അവൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുമ്പോൾ നമ്മൾ എവിടെയാ പരാതി കൊടുക്കുക? നമ്മൾ കൊടുക്കുന്ന പരാതിക്ക് ടിഷ്യൂ പേപ്പറിന്റെ വില പോലും കാണിക്കില്ല. തന്റേടായത് പണവും സ്വാധീനവും അധികാരവും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പെണ്ണിന്റെ വിളയാട്. അത് ഇല്ലാതാക്കാൻ പോലീസിനെ കൊണ്ടല്ല, ഒന്നാന്തരം ആൺകരുത്തുകൊണ്ടേ കഴിയൂ. അവളുടെ കരുണ നോക്കി പൊട്ടിക്കാൻ പറ്റുന്ന ഒരാണൊരുത്തനെ കൊണ്ട്. അതിനൊരാൾ പോയിട്ടുണ്ട്. അവൾ ഏത് മാളത്തിൽ നമ്മളെ കുട്ടികളെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും എന്റെ വിഷ്ണുവേട്ടൻ കുട്ടികളെയും കൊണ്ടേ വരും. എനിക്ക് ഉറപ്പുണ്ട്. അമ്മ സമാധാനായിട്ടിരിക്കേ, മക്കൾക്ക് ഒരു കുഴപ്പവും വരില്ല. ഈ സമയം വിഷ്ണുവും വിഷ്ണുവിന്റെ കൂടെ ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവരും ഉണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ശാലിനി പറയും, അമ്മ ഭഗവാന്റെ മുന്നില് തിരിവിച്ച് പ്രാർത്ഥിച്ചില്ലേ, അത് മാത്രം മതി കുട്ടികളെ രക്ഷിച്ച് വിഷ്ണുവേട്ടൻ ഇവിടെ കൊണ്ടുവരാനുള്ള ശക്തിക്ക്. ശേഷം ആ പേപ്പേഴ്സ് എല്ലാം അനുവിന് കൊടുക്കണേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ്. രോഹിത് എല്ലാം ശ്യാമയുടെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എങ്കിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ അത് എന്ത് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ ശാലിനി ഇങ്ങനെ രഹസ്യമായിട്ട് അവരോട് സംസാരിക്കുകയാണ്. അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. വിഷ്ണു ആണെങ്കിൽ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. സുസ്മിത കയ്യിൽ ഡോക്യുമെന്റും പെന്നും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ രോഹിത്തിന്റെ അടുത്ത് കാത്തു നിൽക്കണേ. ഉപേന്ദ്രനും അടുത്തുണ്ട്. അവരെ രോഹിത്തിനെ ഇങ്ങനെ നോക്കി അവിടെ നിൽക്കണേ. രോഹിത് ഇപ്പോഴും മയക്കത്ത് തന്നെയാണ്. പതിയെ കണ്ണു തുറന്നു വരുമ്പോ തന്നെ ഉപേന്ദ്രൻ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? രോഹിത് ചോദിക്കും, എന്റെ മോളെവിടെ? ഉപേന്ദ്രൻ പറയും, കുട്ടികളൊക്കെ തരാം. അതിനു മുമ്പ് നമ്മൾ തമ്മിലെ ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇല്ല. രോഹിത്തിന് നല്ല വേദനയുണ്ട് തലയ്ക്ക്. അക്കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ. സുസ്മിതയ്ക്കും, അതെന്ത് നന്ദിയില്ലാത്ത വർത്താനാടാ നീ പറയുന്നത്? നിന്നെ വിശ്വസിച്ചല്ലേ ആ വീടും പറമ്പും നിന്റെ പേരിൽ എഴുതി തന്നത്? എപ്പോ വേണമെങ്കിലും തിരിച്ചെഴുതി തരാമെന്ന് വാക്കാൽ നമ്മള് കരാറുണ്ടാക്കിയതാ. രോഹിത് പറയും, വാക്കാലല്ലേ, പിന്നെ അതൊക്കെ പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? രോഹിത് പറയുന്നിട്ട് സുസ്മിതയ്ക്ക് ഉപേന്ദ്രനും നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം അങ്ങോട്ട് വിഷ്ണുവിന്റെ ഓട്ടോ അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണു ഇറങ്ങി വരികയാണ്. ഇവര് ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഉപേന്ദ്രൻ പറയും, നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളും പറഞ്ഞുതരാം, അതൊക്കെ നീ സഹിച്ചോളണം. ചെയ്യുന്നതും. രോഹിത് പറയും, നമ്മൾ തമ്മിലുള്ള പ്രശ്നം അതിലേക്ക് കുട്ടികളെ ദയവ് ചെയ്ത് വലിച്ചഴക്കരുത്. ഉപേന്ദ്രൻ പറയും, അത് ന്യായം. പക്ഷെ അതിലേക്ക് കടക്കണമെങ്കിൽ ചില മര്യാദകൾ നീ ഞങ്ങളോട് കാണിക്കണം. അതെന്താണെന്ന് ഞാൻ പറയാതെ നിനക്കറിയാലോ. സുസ്മിത പറയും, രോഹിത്തെ വളച്ചു കിട്ടില്ലാത്ത കാര്യം പറയാം. അപ്പോഴേക്കും വിഷ്ണു അങ്ങോട്ട് എത്താണ്. ഇവര് പറയുന്നത് വിഷ്ണു കേൾക്കുന്നുണ്ട്, വിഷ്ണു കാണുന്നുണ്ട്. എന്നാൽ വിഷ്ണുവിനെ ഇവര് കണ്ടിട്ടില്ല. അങ്ങനെ സുസ്മിത പറയണേ, കുട്ടികളെ കിട്ടണമെങ്കിൽ നിന്റെ പേരിൽ എഴുതി തന്ന ആ വീടും പറമ്പും നീ തിരിച്ചെഴുതി തരണം. ഇല്ലെങ്കിൽ കുട്ടികളെ പിന്നെ നീ കാണില്ല. സുസ്മിതേ എന്ന് പറഞ്ഞ് രോഹിത് തുടങ്ങുമ്പോഴേക്കും ഉപേന്ദ്രൻ പറയും, ഇത് ചുമ്മാ പറഞ്ഞതല്ല, അങ്ങനെ നീ കരുത്തേം വേണ്ട.
അപ്പൊ രോഹിത് പറയും ശരി സമ്മതിച്ചു ഞാൻ ഒപ്പിടാം, പക്ഷെ അതിനു മുമ്പ് എന്റെ ഇടവും വലവും എന്റെ കുട്ടികൾ വേണം. ഇതെല്ലാം കേട്ടിട്ടാണ് വിഷ്ണു അവിടെ നിൽക്കുന്നത്. സുസ്മിത പറയും ഇവനൊരു നടക്കി പോകുന്ന ലക്ഷണം കാണുന്നില്ല. രോഹിത് പറയും അവരെ കാണാതെ അവരില്ലാതെ ഞാൻ ഒപ്പിടില്ല. അതിൽ ഉപേന്ദ്രൻ രോഹിത്തിന്റെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കും. നീ എന്താ ആളെ കൊച്ചാക്കണോ? ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാലേ നിന്റെ കുട്ടികളെ കായലിൽ ഒഴുകി കിടക്കും. അപ്പോഴേക്കും വിഷ്ണു ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ സമയം രോഹിത് ഡാ എന്താടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഉപേന്ദ്രന്റെ കഴുത്തിന് പിടിച്ച് ആ ചുമരിൽ ഇങ്ങനെ അമർത്തുക. ഡാ രോഹിത് എന്ന് സുസ്മിതയും വിളിക്കുന്നുണ്ട്. ഉപേന്ദ്രൻ ഡാ മാറി നിക്കടാ എന്ന് പറഞ്ഞ് രോഹിത്തിനെ അടിക്കാണ്. ഈ അടിയില് രോഹിത് അങ്ങ് വീഴാൻ പോവും. നേരെ വിഷ്ണുവിന്റെ കൈകളിലേക്കാ വരുന്നത്. വിഷ്ണു രോഹിത്തിനെ പിടിച്ചു വെക്കും. വിഷ്ണുവിനെ കാണുമ്പോ സുസ്മിത പറയും ഓ രക്ഷകൻ എത്തിയല്ലോ. വന്നിരിക്കുന്നത് കുട്ടികളെ രക്ഷിക്കാനോ അതോ ഇവനെ രക്ഷിക്കാനോ? രണ്ടായാലും കാര്യം നടക്കാൻ പോകുന്നില്ല. വന്നിരിക്കുന്നത് വിഷ്ണുവാണേ. ഇവനെയും കൊണ്ട് കുട്ടികളെയും കൊണ്ട് കാര്യം നടത്തിയിട്ടേ വിഷ്ണു പോവും. എവിടെടി കുട്ടികൾ? അവര് രണ്ടുപേരും ചിരിച്ചു നിൽക്കുമ്പോഴേക്കും പറയടാ കുട്ടികളെവിടെ എന്ന് ചോദിച്ച് വിഷ്ണു ഉപേന്ദ്രന്റെ കഴുത്തിനെ അമർത്തി പിടിക്കും. ഉപേന്ദ്രൻ തട്ടി മാറ്റിയിട്ട് പറയും നീ നടത്തിയിട്ടേ പോകുന്നു വീമ്പിളക്കിയതല്ല, നടത്തടാ നടത്തി കാണിക്കേ. അതേടാ നടത്തി കാണിക്കാം പൊന്നെ എന്ന് പറഞ്ഞ് കഴുത്തിനെ അമർത്തി പിടിക്കണേ. നീ എന്റെ കുട്ടികളെ. അപ്പോഴേക്കും വിഷ്ണു എന്ന് വിളിച്ചിട്ട് സുസ്മിത തട്ടി മാറ്റും. നീ ഉദ്ദേശിച്ച ആരും ഇവിടെ ഇല്ല, പക്ഷെ ഞാൻ പറയുന്നത് അനുസരണയോട് കേട്ട് നീ മുന്നോട്ട് പോയ നിന്റെ കുട്ടികൾ താനെ നിന്റെ മുന്നിലേക്ക് വരും. പക്ഷേ ഈ ഡോക്യുമെന്റ്സിലെല്ലാം ഇവൻ ഒപ്പിടേണ്ടി വരും. അതിൽ വിഷ്ണു നീ എന്നെ പേടിപ്പിക്കുന്നോ എന്ന് പറഞ്ഞ് സുസ്മിതയുടെ കഴുത്ത് പിടിച്ച് അമർത്തും. നീ എന്നെ പേടിപ്പിക്കുന്നോ? ശരിക്കും നിനക്കെന്നെ അറിയില്ല. അപ്പോഴേക്കും രോഹിത് വേഗം പിടിച്ചു വെക്കാണ്. വേണ്ട കുട്ടികളെ വെച്ച് വില പേശണ്ട, എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ കുടുംബം മതി, എല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്തേക്കാം എന്ന് വിഷ്ണുവിനോട് കരഞ്ഞു പറയാണ് രോഹിത്. എടാ നീ ഇവളുടെ വാക്ക് കേട്ടിട്ടാണോ? ഇവൾ ആരാന്ന് എന്റെ വിചാരം എന്ന് പറഞ്ഞ് കഴുത്തിനെ അമർത്തി പിടിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ മാറ്റും. പപ്പിയും സത്യം അവരുടെ ജീവൻ ഞാൻ ഒരുപാട് തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും മാപ്പ്. ഇനി ഒരു പക്ഷേ എനിക്കിത് പറയാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സുസ്മിതയുടേക്കും എവിടേക്കൊക്കെയാ ഞാൻ ഒപ്പിട്ട് തരേണ്ടത്? അപ്പൊ സുസ്മിത ആ പേപ്പേഴ്സ് രോഹിത്തിന് കൊടുക്കുമ്പോ രോഹിത് അതിലെല്ലാം ഒപ്പിട്ട് കൊടുക്കണേ. വിഷ്ണുവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അത് വാങ്ങിച്ചു കഴിയുമ്പോൾ ഉപേന്ദ്രനും സുസ്മിതയ്ക്കും സന്തോഷവും. ഇത് രജിസ്റ്റർ ആയി കഴിയുമ്പോൾ കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തും. ഉപേന്ദ്രൻ പറയും നീ ഇപ്പൊ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാൻ, കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് സുരക്ഷിതമായിരിക്കും. അപ്പൊ നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം. ഇത് കേൾക്കുമ്പോ വിഷ്ണുവിന് ദേഷ്യം അങ്ങോട്ട് കേറി വരുന്നുണ്ട്. അവരെങ്ങനെ തുറച്ചു നോക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തിലെ ശാലിനി രാഘവേട്ടനെ രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ രോഹിത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ ആ വീടുകളെല്ലാം രോഹിത് രാഘവേട്ടന്റെ പേർക്ക് എഴുതി കൊടുക്കണേ. പിന്നെ കാണിക്കുന്ന ഭാഗത്ത് ഉപേന്ദ്രനും സുസ്മിതയും ഇത് രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോഴേക്കും ഇവര് എല്ലാ രാഘവേട്ടന്റെ പേരില് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത് കളക്ടറുടെ സാന്നിധ്യത്തിലല്ലേ അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ചതിയിലൂടെ തന്നെ എല്ലാം ഇവര് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്